ഓക്കെ. അടുത്തത് ഗീർ പശുവിന്റെ നെയ്യ്. ഞാൻ എത്ര പറഞ്ഞു? 3 പറഞ്ഞില്ലേ? 4-ാമത്തോട് പറഞ്ഞു 1 മണിക്കൂർ സമയം. ഇത് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂർ വേണ്ടി വരും. ഇത് വീണ്ടും വീണ്ടും പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതന്നെ പറഞ്ഞത് എനിക്ക് തോന്നണത്. ഗീർ പശുവിന്റെ നെയ്യ് മനോഹരമായ ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന 4 ഉൽപ്പന്നങ്ങൾ. ഗീർ പശുവിന്റെ നെയ്യ് അത് രുചിയുടെ പര്യായമാണ്. എന്താ രുചി എന്ന് അറിയാമോ? ഇതുണ്ട ഗ്രീൻ ടീയിൽ ഗീർ പശുവിന്റെ നെയ്യ് ഞാൻ കുടിച്ചോണ്ടിരിക്കുകയാണ്. ആസ്വദിച്ച് കുടിക്കണ്ട. കേട്ടാ, അറിയാതെ ചുണ്ടല് നാക്കൊന്നും വീണണ്ട. അത്രയും രുചിയാണ്, അത്രയും നല്ല മണമാണ്. ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ തന്നെ അറിയാമെന്ന് പറയും. ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എയുടെ ഗുണം ഓയിലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ഉണ്ട്. ഈ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയുടെ ഒരു പ്രത്യേകത എങ്ങനെയൊക്കെ പ്രോസസ് ചെയ്താലും നഷ്ടപ്പെട്ടു പോകില്ല. അതിന് കൂടുതൽ ഗുണമേന്മയുള്ള വൈറ്റമിൻ എ ആണ്. അത് കണ്ണിനും മുടിക്കും സ്കിന്നിനും ആരോഗ്യം ഉണ്ടാക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ക്യാൻസർ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗീർ പശുവിന്റെ നെയ്യ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ക്യാൻസർ ഒരു കാരണവശാലും വരില്ല. വൈറ്റമിൻ കെ ഉണ്ട്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നുണ്ട്. ഇതിൽ ഫാറ്റി ആസിഡുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. omega-3, omega-6, omega-9 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജോയിന്റ്സിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, നീർക്കെട്ടുകൾ ഇല്ലാതാക്കുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രൊഡക്റ്റ് ആണിത്. നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, കുടലിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്, മലബന്ധം ഒഴിവാക്കുന്നുണ്ട്. 1,00,000 കിലോമീറ്റർ നീളം വരുന്ന നമ്മളുടെ രക്തക്കുഴലുകളുടെ എലാസ്റ്റികത വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് കാരണം ഒരു കാരണവശാലും സ്ട്രോക്കും വരില്ല, അറ്റാക്കും വരില്ല. മലബന്ധം ഇല്ലാതാക്കുന്നുണ്ട്, വണ്ണം കൂട്ടാനും കുറക്കാനും സഹായിക്കുന്നുണ്ട്. ഇത് തനിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീൻ ടീയിൽ മധുരമില്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മധുരമില്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തനിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന്റെ ഭാരം കുറയുന്നുണ്ട്, അമിതമായ കൊഴുപ്പിനെ കത്തിച്ചളയുന്നുണ്ട്. മധുരം ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെയ്യ് കഞ്ഞിയോടൊപ്പമോ അല്ലെങ്കിൽ കട്ടൻ ചായ, മധുരമുള്ള ചായയോടൊപ്പമോ അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ അളവിൽ പകുതി തേൻ ഉപയോഗിച്ചോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം തടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉൽപ്പന്നത്തിന് തന്നെ 2 ഗുണമുണ്ട്. ചില വീടുകളിലെ പെൺകുട്ടികൾ വളരെ മെലിഞ്ഞതായിരിക്കും, അതുകൊണ്ട് അവർക്ക് വിവാഹാലോചനയൊന്നും ഉറക്കുന്നുണ്ടാവില്ല. കുറെ ഗീർ പശുവിന്റെ നെയ്യ് കഞ്ഞിയിലിട്ട് കഴിച്ചാൽ മതി, മധുരം ചേർത്ത് കഴിച്ചാൽ മതി, തേൻ ചേർത്ത് കഴിച്ചാൽ മതി, അളവിൽ പകുതി തേൻ ചേർത്ത് കഴിച്ചാൽ മതി. ഈ കുട്ടിക്ക് ഒരു 41 ദിവസം കഴിയുമ്പോൾ നല്ല തടി ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല അഴകുണ്ടാവും. ചില വീടുകളിലെ പെൺകുട്ടികൾക്ക് നല്ല തടി ഉണ്ടാവും, അതുകൊണ്ട് വിവാഹക്കാരൊന്നും നടക്കുന്നില്ല. രാവിലെ ഉണർന്നിരിക്കുമ്പോൾ 1 സ്പൂൺ നെയ്യ് കഴിക്കാൻ പറയുക. ഈ ഗീർ പശുവിന്റെ നെയ്യുടെ പ്രത്യേകത, ഇന്ത്യയിലുള്ള എല്ലാ സിനിമ നടിമാരും രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ 5 ഗ്രാം ഗീർ പശുവിന്റെ നെയ്യ് വെറും വയറ്റിൽ കഴിക്കുന്നു. കാരണം അവരുടെ അഴകിന്റെ ആരോഗ്യം അതാണ്. പിന്നെ ഈ ഉൽപ്പന്നം എന്ത് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ? അപ്പൊ ആ ഗീർ പശുവിന്റെ നെയ്യുടെ കാര്യം പറയാം. omega-3, omega-6, omega-9 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വൈറ്റമിൻ ബി ഉണ്ട്. ഈ വൈറ്റമിൻ ബി കുറഞ്ഞാൽ വിശപ്പില്ലായ്മയായിരിക്കും, വയറ് സ്തംഭിച്ചിരിക്കും, ക്ഷീണം ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും, മസിൽ വീക്കായിരിക്കും, ചുണ്ടിന്റെ സൈഡിൽ പൊട്ടലും കീറലും ഉണ്ടാവും, വരണ്ട ചർമ്മമായിരിക്കും, കാലിന്റെ ഉപ്പുറ്റി ഇങ്ങനെ വിണ്ടുകീറിയിരിക്കും, വായ്പുണ്ണുണ്ടാവും, വിഷാദമായിരിക്കും, ഒരു സ്മാർട്ട്നെസ് ഉണ്ടാവില്ല, വിഷാദം മനസ്സത ഉണ്ടാവും. അപ്പൊ ആ വൈറ്റമിൻ ബി ഉള്ളതുകൊണ്ട് ആ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല പാലുൽപ്പന്നമാണ് ഗീർ പശുവിന്റെ പാലുൽപ്പന്നങ്ങൾ. അതിൽ ഏറ്റവും പാരമ്പര്യ രീതിയിൽ നിർമ്മിക്കുന്ന ഗീർ പശുവിന്റെ പാലുൽപ്പന്നത്തിന് നെയ്യാണ്.